നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. നടിയെ ആക്രമിച്ച കേസിൽ വിധി ഇന്നുണ്ടാകും. 8ാം പ്രതി നടൻ ദിലീപ് അടക്കം 10 പേർ കുറ്റക്കാരാണോ എന്നത് സംബന്ധിച്ച് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി 11 മണിക്ക് ശേഷം ഉത്തരവ് പറയും. ലൈംഗിക അതിക്രമത്തിന് കൊട്ടേഷൻ നൽകിയതിന് രാജ്യത്ത് ആദ്യമായി രജിസ്റ്റർ ചെയ്ത കേസിൽ 8.5 വർഷത്തിന് ശേഷമാണ് വിധി വരുന്നത്. ദിലീപ് ഉൾപ്പെടെ 10 പ്രതികളുണ്ട്. പെരുമ്പാവൂർ സ്വദേശി NS സുനിലാണ് പൾസർ സുനി 1ാം പ്രതി. മാർട്ടിൻ ആന്റണി, B മണികണ്ഠൻ, VP വിജീഷ്, H സലിം, വടിവാൾ സലിം, പ്രദീപ് ചാർലി തോമസ് എന്നിവരാണ് 2 മുതൽ 7 വരെയുള്ള പ്രതികൾ. സനിൽകുമാർ, മേസ്തിരി സനിൽ 9ാം പ്രതിയാണ്. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത പൾസർ സുനി അടക്കം 6 പ്രതികൾക്കെതിരെ കൂട്ടബലാത്സംഗം, തട്ടിക്കൊണ്ടുപോകൽ, ഗൂഢാലോചന കുറ്റങ്ങളാണ് പ്രധാനമായും ചുമത്തിയിരിക്കുന്നത്. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തില്ലെങ്കിലും സംഭവത്തിന്റെ മുഖ്യ ആസൂത്രകൻ എന്ന പ്രോസിക്യൂഷൻ ആരോപിക്കുന്ന 8ാം പ്രതിയായ ദിലീപിനെതിരെയും ബലാത്സംഗ കുറ്റം ചുമത്തിയിരുന്നു. തെളിവ് നശിപ്പിക്കലിന് കൂട്ടുനിന്ന ദിലീപിന്റെ സുഹൃത്ത് G ശരത് 10ാം പ്രതിയാണ്. പ്രതികളെല്ലാവരും ഇന്ന് കോടതിയിൽ ഹാജരാകും. നടിയെ പീഡിപ്പിച്ച കേസിൽ അന്വേഷണ ഘട്ടത്തിലും സാക്ഷി വിസ്താരത്തിലും അതിജീവിതയ്ക്ക് ഏറ്റവും അനുകൂലമായ നിലപാടെടുത്ത 2 പേർ കേസിന്റെ അന്തിമ വിധി കേൾക്കാനില്ല. അന്തരിച്ച മുൻ MLA PT തോമസും സംവിധായകൻ ബാലചന്ദ്രകുമാറും. ഇവർ നടി ആക്രമണ കേസിൽ നടത്തിയത് നിർണായക ഇടപെടലുകളാണ്. 1ാം ഘട്ട തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിധി കുറിക്കുന്ന തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകൾക്ക് നാളെ അവധിയായിരിക്കും. ഡിസംബർ 9-ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, ആലപ്പുഴ, എറണാകുളം ജില്ലകളിലെ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വാണിജ്യ സ്ഥാപനങ്ങൾക്കും വേതനത്തോടെയുള്ള അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2ാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന 7 ജില്ലകളിൽ വ്യാഴാഴ്ചയായിരിക്കും പൊതു അവധി. ഡിസംബർ 11-ന് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. കണ്ണൂർ നഗരമധ്യത്തിലെ ആശുപത്രിയുടെ മേശവലിപ്പ് കുത്തി തുറന്ന് 50,000 രൂപ കവർന്നു. സമീപത്തെ 2 വീടുകളിൽ കവർച്ചാ ശ്രമമുണ്ടായി. ഞായറാഴ്ച പുലർച്ചെ 1:30-ഓടെയാണ് സംഭവം. കണ്ണൂർ തളാപ്പ് DCC ഓഫീസിന് സമീപത്തെ മാക്സ് ആശുപത്രിയിലാണ് കവർച്ച നടന്നത്. ആശുപത്രിയിലെ CCTVയിൽ മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട്. സമീപത്തെ 2 വീടുകളിലെ ജനാലകൾ തുറക്കാൻ ശ്രമം നടത്തിയെങ്കിലും പരാജയപ്പെട്ടു. തുടർന്നാണ് ആശുപത്രിയുടെ അരമതിൽ ചാടിക്കടന്ന് അകത്ത് കയറിയത്. മുഖം തുണികൊണ്ട് മറിച്ച് ആയുധവുമായി എത്തിയ മോഷ്ടാവ് പിറകുവശത്തെ വാതിലിന്റെ പൂട്ടുപൊളിച്ചാണ് 1ാം നിലയിൽ എത്തിയത്. ശബരിമല സ്വർണ്ണക്കള്ളക്കേസിൽ രാജ്യാന്തര കള്ളക്കടത്ത് ബന്ധം ആരോപിച്ച കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല അന്വേഷണ സംഘത്തിന് കത്ത് നൽകിയതോടെ കേസ് വഴിത്തിരിവിൽ. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മാത്രം ഒതുങ്ങിയിരുന്ന അന്വേഷണം ഇനി വിദേശത്തേക്കും വ്യാപിപ്പിക്കേണ്ടി വരും. ബെള്ളാരിയിൽ ഗോവർദ്ധൻ എന്ന സ്വർണ്ണ വ്യാപാരിക്ക് താൻ സ്വർണം വിറ്റിരുന്നതായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി. ഗോവർദ്ധന്റെ ജ്വല്ലറിയിൽ നിന്ന് സ്വർണ്ണക്കട്ടി ഉൾപ്പെടെ 600 ഗ്രാം സ്വർണം തൊണ്ടി മുതലായി അന്വേഷണ സംഘം കണ്ടെടുത്തിരുന്നു. പിന്നീട് അന്വേഷണം മുന്നോട്ടു പോയില്ല. പുതിയ വെളിപ്പെടുത്തലോടെ ചെന്നൈയിലെ മറ്റൊരു പുരാവസ്തു വ്യാപാരിയും രാജ്യാന്തര തലത്തിൽ ഈ വ്യാപാരത്തെ നിയന്ത്രിക്കുന്ന ഗൾഫിലെ മറ്റൊരു വ്യവസായിയും അന്വേഷണ പരിധിയിലേക്ക് വരുമെന്നാണ് വിവരം. കൂടാതെ ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ അടക്കമുള്ളവരുടെ പങ്കിനെക്കുറിച്ച് നിരവധി സംശയങ്ങൾ ഉയരുന്നു. ഗോവർദ്ധൻ ഒരു സാധാരണ സ്വർണ്ണ വ്യാപാരിയല്ല. ചിക്മംഗ്ലൂരുവിലെ സ്വർണ്ണ ഖനികളുമായി ഇയാൾക്ക് ബന്ധമുണ്ട്. ഖനി ഉടമകളുമായി നേരിട്ട് വ്യാപാരം നടത്തുന്നയാളാണ്. 2020-ൽ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നും കൽപേഷ് വഴി സ്വന്തമാക്കിയ സ്വർണം ഇത്രയും നാൾ ഉരുപ്പടിയായി മാറ്റാതെ എന്തുകൊണ്ട് ഇയാൾ സൂക്ഷിച്ചു വെച്ചു എന്നതും സംശയത്തിനിട നൽകുന്നു. ഇന്ത്യ വിഷൻ ചാനൽ ഡെപ്യൂട്ടി ന്യൂസ് എഡിറ്ററായിരുന്ന കണ്ണൂർ മട്ടന്നൂർ നീർവേലിൽ സോണി M ഭട്ടതിരിപ്പാടിന്റെ തിരോധാനത്തിന് ഇന്ന് 17 വർഷം പൂർത്തിയാകുന്നു. കാണാതായതിൽ ദുരൂഹത നിറയുമ്പോഴും ഒരു ദിവസം അച്ഛ എന്ന് വിളിച്ച് വീട്ടിലേക്ക് കയറി വരുമെന്ന പ്രതീക്ഷയിലാണ് അച്ഛൻ M പത്മനാഭൻ ഭട്ടതിരിപ്പാടും അമ്മ സുവർണിനി അന്തർജനവും. പലവിധത്തിലുള്ള ഊഹാപോഹങ്ങൾ ഉയരുമ്പോഴും സ്നേഹപൂർവ്വം അപ്പു എന്ന് വിളിച്ചിരുന്ന സോണി ജീവിച്ചിരിപ്പുണ്ടെന്ന ഉറപ്പാണ് 2 പേർക്കും. എന്നും ഹൃദയത്തിലൊരു ഉൾവിളിയായി അവനുണ്ട്. സ്വയം ജീവനില്ലാതാക്കേണ്ട സാഹചര്യമൊന്നും സോണിക്കില്ല. എവിടെയെങ്കിലും അവൻ ജീവിച്ചിരിപ്പുണ്ടാവും. ആരോടും പറയാതെയുള്ള ഈ പോക്കിന് അവൻ തന്നെ മറുപടി പറയുമെന്നും ഇരുവരും പ്രതീക്ഷിക്കുന്നു. സോണിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് മുട്ടാത്ത വാതിലുകളൊന്നുമില്ല. ഇപ്പോൾ അധികാര കേന്ദ്രങ്ങളിൽ ചോദിച്ചാൽ അന്വേഷണത്തിലാണെന്ന മറുപടി മാത്രമാണ് ലഭിക്കുന്നത്. സോണിയെ കാണാതായി ആഴ്ചകൾക്കകം ഇന്ത്യ വിഷൻ ചാനൽ അധികൃതർ സോണി ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോൺ സിം കാർഡ് ക്യാൻസൽ ചെയ്ത് പകരം ഇതേ നമ്പറിൽ ഡ്യൂപ്ലിക്കേറ്റ് സിം എടുത്ത് മറ്റൊരു ജീവനക്കാരിക്ക് നൽകിയത് അന്ന് ഏറെ ചർച്ചയായിരുന്നു. ആ സിം നിലനിർത്തിയിരുന്നുവെങ്കിൽ ഏതെങ്കിലും ഘട്ടത്തിൽ അന്വേഷണ പുരോഗതിക്ക് അത് ഗുണകരമാകുമായിരുന്നു. മൊബൈൽ ടവർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ കർണാടകയിലെ കുന്താപുരത്തിന് സമീപം ഗംഗോലിയിലും കുടജാദ്രിയിലുമായി സോണിയുടെ മൊബൈൽ ലൊക്കേറ്റ് ചെയ്തിരുന്നു. കൊല്ലൂരിലെ ഒരു ജീപ്പ് ഡ്രൈവർ തന്റെ ജീപ്പിലാണ് സോണി കുടജാദ്രിയിലേക്ക് പോയതെന്ന് വെളിപ്പെടുത്തിയതും പിന്നീട് മാറ്റിപ്പറഞ്ഞതും ദുരൂഹമായി. തെരഞ്ഞെടുപ്പ് പ്രചാരണം കഴിഞ്ഞ് വീട്ടിലെത്തിയ സ്ഥാനാർത്ഥി കുഴഞ്ഞു വീണു മരിച്ചു. മുത്തേടം പഞ്ചായത്തിലെ
പായിമ്പാടം 7-ാം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥി മുസ്ലിം ലീഗിലെ വട്ടത്ത് ഹസീനയാണ് മരിച്ചത്. 49 വയസ്സായിരുന്നു. നിയമാനുസരണം നൽകേണ്ട ഫണ്ട് പോലും അനുവദിക്കാതെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾ സംസ്ഥാന സർക്കാർ അട്ടിമറിച്ചതായി വിമർശനം. സർക്കാരിന്റെ കടുംവെട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സാമ്പത്തികാവസ്ഥയെ തകർത്തു. കൊല്ലം ചവറയിൽ മുത്തശ്ശിയെ കൊച്ചുമകൻ കഴുത്തറുത്ത് കൊലപ്പെടുത്തി. വട്ടത്തറയിലാണ് സംഭവം. സുലേഖ ബീവിയാണ് കൊല്ലപ്പെട്ടത്. കട്ടിലടിയിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് സുലേഖയുടെ കൊച്ചുമകൻ ഷഹനാസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കൊലപാതകത്തിന്റെ യഥാർത്ഥ കാരണം വ്യക്തമായിട്ടില്ല. തിരുവനന്തപുരം സഹകരണ സ്ഥാപനങ്ങളിലെ നിയമനത്തിന് പോലീസ് വെരിഫിക്കേഷൻ നിർബന്ധമാക്കുന്നതിനുള്ള വ്യവസ്ഥകൾ സഹകരണ സംഘം രജിസ്ട്രാർ പുറത്തിറക്കി. നിയമിക്കപ്പെടുന്നയാളുടെ 3 വർഷത്തെ പ്രവർത്തനം പോലീസ് പരിശോധിച്ച് റിപ്പോർട്ട് നൽകണം. റിപ്പോർട്ട് എതിരായാൽ നിയമനം റദ്ദാക്കാനും വ്യവസ്ഥയുണ്ട്. എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ക്ഷേമനിധി ബോർഡുകൾ, വികസന അതോറിറ്റികൾ, സഹകരണ സ്ഥാപനങ്ങൾ, ദേവസ്വം ബോർഡുകൾ എന്നിവിടങ്ങളിലെ നിയമനങ്ങൾക്ക് പോലീസ് വെരിഫിക്കേഷൻ നിർബന്ധമാക്കണമെന്ന് ആഭ്യന്തര വകുപ്പ് നിർദ്ദേശിച്ചിരുന്നു. ഇതനുസരിച്ച് സഹകരണ നിയമനത്തിൽ ഭേദഗതി വരുത്തിയത്. ഗോവയിലെ ഒരു നിശാ ക്ലബിലുണ്ടായ ദാരുണമായ തീപിടുത്തത്തിൽ 25 പേർ മരിച്ചു. പ്രധാനമായും കത്തുന്ന മരത്തിന്റെ ഉൾഭാഗങ്ങളും പരിമിതമായ എക്സിറ്റുകളും മൂലമുണ്ടായ ശ്വാസം മുട്ടലും മൂലമാണ് ഇത് സംഭവിച്ചത്. സുരക്ഷാ ലംഘനങ്ങൾക്കും ചട്ടലംഘനങ്ങൾക്കും 4 പേരെ അധികൃതർ അറസ്റ്റ് ചെയ്യുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. നിശാ ക്ലബ് തീപിടുത്തവുമായി ബന്ധപ്പെട്ട് ഗോവ പോലീസ് ബിർച്ച് ബൈ റോമിയോ ലെയിനിന്റെ മാനേജറെ അറസ്റ്റ് ചെയ്തു. ക്ലബിന്റെ മാനേജർമാരെയും മറ്റുള്ളവരെയും കേസിൽ ഇതിനകം അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും ക്ലബിന്റെ ഉടമകൾക്കെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിട്ടുണ്ടെന്നും ഗോവ മുഖ്യമന്ത്രി വ്യക്തമാക്കി. അതേസമയം ഉടമകൾ ഇപ്പോഴും ഒളിവിലാണെന്നും റിപ്പോർട്ടുണ്ട്. ജനറൽ പ്രോവിഡന്റ് ഫണ്ട് മാതാപിതാക്കളെ നോമിനിയാക്കിയത് ജീവനക്കാർ വിവാഹിതനാകുന്നതോടെ അസാധുവാകുമെന്ന് സുപ്രീം കോടതി. ഡിഫൻസ് അക്കൗണ്ട്സ് വകുപ്പ് ജീവനക്കാരൻ മരിച്ചപ്പോൾ PF-ലെ തുക ഭാര്യയ്ക്കും അമ്മയ്ക്കും തുല്യമായി വീതിച്ചു നൽകാൻ ഉത്തരവിട്ടാണ് സുപ്രീം കോടതിയുടെ നിരീക്ഷണം. 2000-ലാണ് ജീവനക്കാരൻ ജോലിക്ക് ചേർന്നത്. അന്ന് അമ്മയാണ് നോമിനിയാക്കിയത്. 2003-ൽ വിവാഹിതനായപ്പോൾ കേന്ദ്ര ജീവനക്കാർക്കുള്ള ഗ്രൂപ്പ് ഇൻഷുറൻസ്, ഗ്രാറ്റുവിറ്റി എന്നിവയിൽ നിന്ന് അമ്മയുടെ പേര് മാറ്റി ഭാര്യയെ നോമിനിയാക്കി. എന്നാൽ PF-ലെ നോമിനിയെ മാറ്റിയിരുന്നില്ല. 2021-ൽ ജീവനക്കാരൻ മരിച്ചതിനെ തുടർന്നാണ് തർക്കം ഉടലെടുത്തത്. തിരുപ്രംകുന്നം കുന്നിലെ വിളക്കുകാലിൽ കാർത്തിക ദീപം തെളിയിക്കൽ ഉത്തരവിനെതിരായ അപ്പീൽ പരിഗണിക്കുന്നത് മദ്രാസ് ഹൈക്കോടതി 12-ാം തീയതിയിലേക്ക് മാറ്റി. ദർഗയ്ക്ക് സമീപം ദീപം തെളിയിക്കാൻ അനുമതി നൽകിയ സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസറും ജില്ലാ കളക്ടറും നൽകിയ അപ്പീലിൽ വാദം 12-ന് നടക്കുമെന്ന് ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. തിരുപ്പുറക്കുന്ത്രത്തിലെ മുരുകമലയിലെ ദീപം തെളിയിക്കണമെന്ന് ആവശ്യപ്പെട്ട് ശബ്ദമുയർത്തിയ DMK MLA-യുടെ മകൻ തമിഴ്നാടിന്റെ ഹീറോ ആയി. വിലാതികുളം MLA ആയ GV മാർക്കണ്ഡേയന്റെ മകനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതോടെ DMK-യുടെ ഉള്ളിൽ തന്നെ സ്റ്റാലിന്റെ നടപടികൾക്കെതിരെ ശബ്ദമുയരുകയാണ്. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം വൈസ് ക്യാപ്റ്റൻ സ്മൃതി മന്ദാനയും ദീർഘകാല പങ്കാളിയായ പലാഷ് മുച്ചാലും തമ്മിലുള്ള വിവാഹം ഔദ്യോഗികമായി റദ്ദാക്കി. ഇരുവരും വെവ്വേറെ പ്രസ്താവനകൾ പുറത്തിറക്കി. റദ്ദാക്കലിന് പിന്നിലെ കാരണം സ്ഥിരീകരിച്ചിട്ടില്ല. പഞ്ചാബ് മുഖ്യമന്ത്രിയാകാൻ ഒരു സൂട്ട്കേസിൽ 500 കോടി രൂപ വേണമെന്ന് കോൺഗ്രസ് നേതാവ് നവജോത് കൗർ സിദ്ധു നടത്തിയ പ്രസ്താവന പഞ്ചാബിൽ വലിയ രാഷ്ട്രീയ വിവാദത്തിന് തിരികൊളുത്തി. കോൺഗ്രസ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചാൽ മാത്രമേ ഭർത്താവ് നവജോത് സിംഗ് സിദ്ധു സജീവ രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചുവരൂ എന്നവർ നടത്തിയ പ്രസ്താവന പഞ്ചാബ് കോൺഗ്രസ് യൂണിറ്റിനുള്ളിൽ കടുത്ത രാഷ്ട്രീയ പ്രതിഷേധങ്ങൾക്ക് കാരണമാവുകയും ആഭ്യന്തര മുറവിളികൾക്ക് കാരണമാവുകയും ചെയ്തു. നവംബർ അവസാനത്തിലുണ്ടായ ഒരു ജലച്ചോർച്ച മൂലം പാരീസിലെ ലൂവ്രെ മ്യൂസിയത്തിലെ ഈജിപ്ഷ്യൻ വകുപ്പിലെ 100 കണക്കിന് കൃതികൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായി ഞായറാഴ്ച വെളിപ്പെടുത്തിയതിന് തൊട്ടുപിന്നാലെ പാരീസിലെ ലൂവ്രെ മ്യൂസിയം അതിന്റെ അടിസ്ഥാന സൗകര്യങ്ങളെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർത്തുന്നു. നവംബർ 26-ന് കണ്ടെത്തിയ ജലച്ചോർച്ച 300-നും 400-നും ഇടയിൽ കൃതികളെ ബാധിച്ചതായി മ്യൂസിയത്തിന്റെ ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ ഫ്രാൻസിസ് ട്രെയിൻബോക്ക് പറഞ്ഞു. തായ്ലൻഡ് കംബോഡിയ അതിർത്തിയിലെ സംഘർഷം രൂക്ഷമായി. ഏറ്റുമുട്ടലുകൾ രൂക്ഷമായതിനെ തുടർന്ന് തായ്ലൻഡ് യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചതായി സ്ഥിരീകരിച്ചു. കംബോഡിയൻ ആക്രമണത്തിന് മറുപടിയായി വ്യോമസേനയെ വിന്യസിച്ചതായി റോയൽ തായ് ആർമി വക്താവ് മേജർ ജനറൽ വിന്തായ് സുവാരി പറഞ്ഞു. വെടിനിർത്തൽ കരാറിന് ശേഷമുള്ള ഏറ്റവും ഗുരുതരമായ ഏറ്റുമുട്ടലുകളിൽ ഒന്നാണിത്. ഡിസംബർ 7-ന് ന്യൂയോർക്കിൽ അമേരിക്ക, ഇസ്രായേൽ, ഖത്തർ എന്നിവർ ശാന്തമായ ഒരു ത്രികക്ഷി യോഗം നടത്തിയതായി റിപ്പോർട്ടുകൾ പുറത്ത്. മാസങ്ങൾക്ക് മുമ്പ് ഖത്തർ മധ്യസ്ഥത വഹിച്ച ഒരു കരാറിന്റെ അടിസ്ഥാനത്തിൽ ഗാസ യുദ്ധം നിർത്തിവെച്ചതിനു ശേഷം 3 പക്ഷങ്ങളും തമ്മിലുള്ള ഏറ്റവും മുതിർന്ന ബന്ധമാണിത്. ആക്സിയോസിസ് ഉദ്ധരിച്ച 2 സ്രോതസ്സുകൾ പ്രകാരം ദോഹയിൽ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി മുതിർന്ന ഹമാസ് നേതാക്കളെ ലക്ഷ്യം വെച്ചുള്ള ശ്രമം പരാജയപ്പെട്ടതിന് മാസങ്ങൾക്ക് ശേഷമാണ് ചർച്ചകൾ നടന്നത്. ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള കരാറിന് ശേഷം രാജ്യങ്ങൾ തമ്മിലുള്ള ഏറ്റവും ഉയർന്ന തലത്തിലുള്ള യോഗമായിരുന്നു ഇത്. ഖത്തർ ഒരു പ്രധാന മധ്യസ്ഥനായി പ്രവർത്തിച്ചു എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ന്യൂസ് ഡെസ്ക് ജന്മഭൂമി.